ഹലോ ഗായ്സ്, ഇതാണ് ഉണക്കയില കേട്ടോ. ചെറുതാണ് ഇവിടെ കിട്ടിയേക്കണത്. ഈ ഉണക്കയില നമുക്ക് പണ്ട് അമ്മയും അമ്മയൊക്കെ വെക്കണ കറിയാണ് കേട്ടോ. അപ്പോൾ ആ ഉണക്കയില കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞ് ഇങ്ങനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഉണക്കയില കുറച്ച് നേരം ഒരു 2 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഉപ്പായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമുറി തേങ്ങ, 2-3 കഷ്ണം ഉള്ളി, 2-3 പച്ചമുളകും, ഒരു കൈപ്പിടിക്ക് ഞാൻ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. നല്ലോണം വെണ്ണ പോലെ അരച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴാണ് കറണ്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് ഇട്ട് ഞാൻ മുളക് പൊടി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 4-5 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പച്ചക്കയും എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കുടംപുളി തിളപ്പിച്ചെടുക്കാം. പച്ചക്ക ഇട്ട് കഴിഞ്ഞാൽ പച്ചക്ക വേഗമില്ലെന്ന് അമ്മ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് കുടംപുളി നല്ലോണം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചക്ക ഇച്ചിരി വലിയ കഷ്ണത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3-4 പച്ചമുളകും കീറി നടുവേ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കുടംപുളി നല്ലോണം തിളച്ച് വന്നപ്പോഴത്തേക്കും നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പച്ചക്ക ഇട്ട് കൊടുക്കാം. പച്ചക്കയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പിടണ്ട, ഉണക്കമീൻ നല്ല ഉപ്പായിരിക്കും, അതുകൊണ്ട് ഉപ്പിടണ്ട. പച്ചക്ക നല്ലോണം തിളച്ച് ഒരു 1/4 വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ അധികം ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ കുറേ നേരം ഇട്ടുകൊണ്ട് അധികം വേവ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ലാസ്റ്റാണ് ഉണക്കമീൻ ഇടുന്നത്. ഉണക്കമീൻ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. നല്ലോണം നിരത്തി വെച്ചിട്ട് മേളിലാണ് വെച്ചേക്കണത്. അപ്പോൾ അതിനകത്തിരുന്ന് വെന്തോളും. അതേ കണ്ടോ, ഇപ്പം നല്ലോണം അതിൻ്റെ വെച്ച ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നല്ലോണം ചാറൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ചാറ് തിളക്കണം. നമ്മളിപ്പോൾ തേങ്ങ മുളച്ച കറി വെക്കൂലേ, അതുപോലെ തന്നെ ഒന്ന് തിളച്ച് കുറുകി വന്നു കേട്ടോ. ചെറുതിൽ തന്നെ വെച്ചാൽ മതി. നല്ലോണം തിളക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. തിളച്ച് കുറുകി ചാറൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ നേരത്തെ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും പുളിയും, ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഉപ്പുണ്ടായിരുന്നില്ല, കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി അടച്ച് വെച്ച് ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. നല്ലോണം ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം അയിലയൊക്കെ വെന്തിട്ടുണ്ട്, പച്ചക്കയും വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ചെടുക്കാം കേട്ടോ. താളിച്ചയിലും ഇട്ട് കൊടുത്ത് അടച്ച് വെക്കുക. ഇത് തുറന്നു കഴിയുമ്പോൾ ഒരു നല്ല മണമുണ്ടാവും.